നമസ്കാരം. ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. തെരുവ് നായകളിൽ നിന്നും വന്യമൃഗങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ ആവശ്യമായ നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ട് ജനസേവ തെരുവ് നായ വന്യമൃഗ വിമുക്ത കേരള സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റ് നടയിൽ പ്രാർത്ഥനാ യജ്ഞം നടന്നു. രണ്ടാഴ്ച മുമ്പ് മലപ്പുറത്ത് പേവിഷബാധയേറ്റ് മരിച്ച സിയാമോളുടെ പിതാവ് സൽമാനൂർ ഫാരിസി പ്രാർത്ഥനാ യജ്ഞം ഉദ്ഘാടനം ചെയ്തു. എൻ്റെ മകളെ നഷ്ടമായ പോലെ ഇനി ഒരു മാതാപിതാക്കൾക്കും ഈ ദുർഗതി വരാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വിങ്ങി പൊട്ടിയാണ് അദ്ദേഹം സംസാരിച്ചത്. ഇതിൻ്റെ കുട്ടിയെ റോട്ടുമേലിട്ട് കടിച്ച് ചീന്തി അപ്പം തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞങ്ങളുടെ നാട്ടിൽ തിരുവരങ്ങാട് താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടുന്ന് തന്നെ ആ ടൈമിൽ ഡോക്ടർ ഇല്ലായിരുന്നു. ഐസൊലേഷൻ വാർഡിൽ ഡോക്ടറില്ലായിരുന്നു. എന്നിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞ് അവിടുന്ന് ഒരു ഇഞ്ചക്ഷൻ അടിച്ച് അവർക്ക് തന്നെ ഡോക്ടർമാർക്ക് തന്നെ അവിടുന്ന് നഴ്സുമാർ തന്നെ ഞങ്ങളോടാണ് അത് കേകി വൃത്തിയാക്കാനൊക്കെ പറഞ്ഞത്. അവർക്ക് തന്നെ ഞങ്ങൾ കേകി വൃത്തിയാക്കുകയാണെന്നുണ്ടെങ്കിലാണ് ഞങ്ങൾ നോക്കുകയുള്ളൂ എന്നാണ്. മസിലിൻ്റെ വെടിയും വലിയ മുറി തലയിലും കീറി മാന്തി പൊളിച്ചിരുന്നു. ഇങ്ങോട്ട് അവിടുന്ന് ഇഞ്ചക്ഷൻ അടിച്ച് കണ്ട് അവർ അപ്പം തന്നെ വീട്ടിലേക്ക് പറഞ്ഞു വെച്ചു. 48 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അവിടുന്ന് പറഞ്ഞ്. കാരണം അവർ അത്രയും മുറി വെച്ച് കണ്ട് അവിടുന്ന് പറഞ്ഞു വിടുകയും ചെയ്ത്. മെഡിക്കൽ കോളേജിൽ നിന്നാണ് പറഞ്ഞു വിട്ടത്. എന്നിട്ട് 48 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ കോളേജിൽ പോയി കാലിന് ഓപ്പറേഷൻ ചെയ്ത് തുന്നുകയും തലക്ക് സ്റ്റിച്ചിടുകയും ചെയ്തു. എൻ്റെ കുട്ടീനെ ഞാൻ ഏതായാലും എനിക്ക് കിട്ടൂല. ഇനി ഇതുവരെ ആർക്കും സംഭവിക്കും. കുട്ടികൾക്ക് മാത്രമല്ല ഇത് സംഭവിക്കണേ, എല്ലാവരും നേരെയും മുതിർന്നവരെ നേരെയും തിരിയുണ്ട്. അതുകൊണ്ട് സർക്കാർ എത്രയും പെട്ടെന്ന് അതിനുള്ള തീരുമാനം കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇവിടെ ആ നായുടെ കൂട്ടിലുള്ള നായ്ക്കൾക്ക് ഫുൾ പേവിഷബാധയാണ്. ഇതുവരെ ശ്രദ്ധിക്കാൻ നമ്മളെ പഞ്ചായത്തിലുള്ള ഒരാളുകൾക്ക് ഇതുവരെ സാധിക്കണില്ല. എന്താണിത്? അതൊന്നും മനസ്സിലാകണില്ല. അതിനുള്ള എങ്ങനെയായാലും നടപടി എങ്ങനെയായാലും സർക്കാർ എടുക്കണമെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം എൻ്റെ കുട്ടി ഇനി കിട്ടൂല. എൻ്റെ കുട്ടീനെ ഇനി പിടിച്ച് ഇങ്ങോട്ട് എന്തൊരു കഴിയുക. ഇനി മുതൽ ഒരു കുട്ടികൾക്കും ഇങ്ങനെ ഉണ്ടാകുക. കുട്ടികൾക്ക് എന്നല്ല, കുട്ടികളെ നേരെ മാത്രമല്ല നായ്ക്കൾ ചാടുന്നത്. ഫാരിസിയുടെ സഹോദരി സാബിറ മൊയ്തീൻ കോയയും യജ്ഞത്തിൽ പങ്കെടുത്ത് സിയാമോളുടെ വേർപാടിൻ്റെ ദുഃഖം പങ്കുവച്ചത് വേറിട്ട അനുഭവമായി. എൻ്റെ വീടിൻ്റെ ചുറ്റും നായ്ക്കളാണ്. മുറ്റത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കുട്ടികളെ മദ്രസയിലേക്കോ സ്കൂളിലേക്കോ ഒന്നും വിടാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് നടന്നു പോകാനുള്ള അവസ്ഥയുള്ളൂ, വണ്ടി പോകാനുള്ള അവസ്ഥകളൊന്നും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഇതിനെന്തെങ്കിലും മാർഗം കണ്ടെത്താൻ പറ്റൂല. ഒരുപാട് കുട്ടികൾക്ക് ഇത് സംഭവിച്ചിട്ടുണ്ട്. തീർന്നിട്ടില്ല, ജീവിതം തുടങ്ങിയിട്ടുള്ളൂ. പട്ടി കടിച്ച് കീറി ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു വഴി കണ്ടെത്താൻ പറ്റൂല. ഇങ്ങനെ കുട്ടിക്ക് ഇത് സമ്മതിക്കാൻ പാടില്ല. ഞങ്ങളെ പൊന്നുമോളാണ്. വിവിധ സാംസ്കാരിക സംഘടനകളെ പ്രതിനിധീകരിച്ച് ഡോക്ടർ MS വേണുഗോപാൽ, സുരേഷ് കുമാർ GM, നസറുദ്ദീൻ, മണിയപ്പൻ ചെറായി, രാജൻ അമ്പൂരി, അശോകൻ കുന്നുങ്കൽ, അലോഷ്യസ് PJ തുടങ്ങിയവർ സംസാരിച്ചു. തെരുവുനായ വന്യമൃഗ ശല്യ വിഷയത്തിൽ മുഖ്യമന്ത്രി അടിയന്തരമായി സർവകക്ഷി യോഗം വിളിക്കണം എന്ന് ജോസ് മാവേലി ആവശ്യപ്പെട്ടു. അതിൻ്റെ സിയാമാൾ എന്ന് പറഞ്ഞ കൊച്ച് ബാലിക, ഒരു മാലക കൊച്ചിൻ്റെ അതിൻ്റെ ബാപ്പയാണ് ഇരിക്കുന്നത്. ബാപ്പയുടെ പെങ്ങളുമാണ്. അവര് സഹിക്കുന്ന വേദനകൾ ഇതുപോലെ ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ഇന്ന് തെരുവ് പട്ടികളുടെ പോലീസ് സംവിധാനം നമ്മുടെ കേരളത്തിൽ ഇപ്പോഴുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. ഇവിടെ ജനങ്ങൾക്ക് ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ 99% ആളുകൾ പറയുന്നത് ഒരേ അഭിപ്രായമാണ്. തെരുവ് പട്ടികളെ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റണം. മുഖ്യമന്ത്രിക്ക് വളരെ എളുപ്പമാണ്. കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം മുഖ്യമന്ത്രിക്ക് സപ്പോർട്ട് ചെയ്യും. ഇവിടെ രാഷ്ട്രീയം കളിക്കില്ലേ. ഇവരെല്ലാവരും പറയണത് ഈ വോട്ട് രാഷ്ട്രീയം മാറ്റിയിട്ട് ജനങ്ങളെ രക്ഷിക്കണം. മുഖ്യമന്ത്രി സർവകക്ഷികളും വിളിക്കട്ടെ, എത്രയും പെട്ടെന്ന് വിളിക്കട്ടെ. പരിഹാരം വളരെ പെട്ടെന്നുണ്ടാകും. 99.9% ആളുകൾക്ക് ഒരഭിപ്രായമാണ്. തെരുവ് പട്ടികളെയും വന്യമൃഗങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കണം.